ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഇക്കഴിഞ്ഞ ഡിസംബർ 18 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ചിത്രത്തിൽ ദിലീപ്, മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു, സിദ്ധാർത്ഥ ഭരതൻ, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെ താരതരമുള്ള ഈ സിനിമയുടെ നിർണായകമായ ആദ്യ 4 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 14,16,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 4-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,40,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ ഇന്നത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 17,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് വിവിധ ട്രാക്കർമാർ പുറത്തുവിട്ടിരിക്കുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം 35 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സിനിമയിലെ മനോഹരമായ ഒരു ഗാനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ഷാൻ റഹ്മാൻ സംഗീതം പകർന്ന് KS ചിത്ര ആലപിച്ച ശ്രീയായി എന്ന ഗാനമാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗോകുലം മൂവീസ് യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ മനോഹര ഗാനം പുറത്തു വന്നിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, രജീഷ വിജയൻ, ഗായത്രി അരുൺ, ജിബിൻ ഗോപിനാഥ്, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 17-ാമത്തെ ദിവസം കൂടിയായ 3-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 16 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 34,77,00,000 രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 17-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനവ് വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 55 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 17 ദിവസം കൊണ്ട് കേരളത്തിൽ 35,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 82 കോടി റേഞ്ചിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് നാളെ ഉണ്ടാകും എന്നും കരുതപ്പെടുന്നു. ആദിത്യ താർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി അതിവേഗ 1000 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ജിയോ സ്റ്റുഡിയോ നിർമ്മിച്ച ഈ സിനിമയിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ, സജ്ജയ് ദത്ത്, സാറ അർജുൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കേരളത്തിൽ ഇന്നലെ ശനിയാഴ്ച വരെ 3,90,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 17-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 17 ദിവസം കൊണ്ട് 4,20,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 790 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ 17-ാം ദിവസം ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി 55-60 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 17 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 850 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1000 കോടി ഉറപ്പിച്ചുകൊണ്ട് ഈ രൺവീർ സിംഗ് സിനിമ റെക്കോർഡ് നേട്ടം കുറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്ത അഖണ്ഡ 2 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് ഞായറാഴ്ചയുടെ 10 ദിവസമാണ് പൂർത്തിയായത്. ഡിസംബർ 12 പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ നന്ദപൂരി ബാലകൃഷ്ണ, സംയുക്ത മേനോൻ, ഹർഷാലി മൽഹോത്ര എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 95,85,00,000 രൂപയും വിദേശ കളക്ഷൻ 12,15,00,000 രൂപയുമാണ്. അങ്ങനെ 108 കോടി രൂപയാണ് ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 10 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 113 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.